മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ഇടുകയും അവരുടെ ഉത്തരക്കടലാസ് വിലയിരുത്തുകയും ചെയ്യേണ്ടത് അതാത് വിഷയത്തില് പ്രാമുഖ്യമുള്ള വ്യക്തികളാണ്. കമ്മ്യൂണിസത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാകാനാണ് സാധ്യത. അവരുടെ നന്മതിന്മകളെ കുറിച്ച് വിലയിരുത്താൻ മറ്റ് പാർട്ടികൾക്ക് അവസരമുണ്ട്. പക്ഷേ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിരീക്ഷകർ എന്ന് പറയുന്നവര് പാർഷ്യലി ഒരു വീക്ഷണം വെച്ച് പുലർത്തുന്നവരും ബയസ്ഡ് ആയിട്ടുള്ള വീക്ഷണം വെച്ച് പുലർത്തുന്നവരുമാണെന്ന് വിചാരിക്കാം. ഒരു പ്രസ്ഥാനത്തെ വിലയിരുത്തുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളാണെന്ന് വിചാരിക്കുക. അതെങ്ങനെ ശരിയാവുക? ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് അയാളോട് എതിർപ്പുള്ളവനാണെന്ന് വിചാരിക്കുക. അതെങ്ങനെ ചെയ്യാവുക? ഇപ്പൊ സാമൂഹിക നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ ഇംപാർഷ്യൽ ആവണ്ടേ? സമൂഹത്തിലുള്ള കാര്യങ്ങൾ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ഇംപാർഷ്യൽ ആകണം. പ്രതിഭ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പില് വളരെയധികം പെട്ടെന്ന് വളരുന്ന ഒരു ഗ്രൂപ്പാണ് പ്രതിഭ ഗ്രൂപ്പ്. അതിൽ നല്ല ഒരു വിവരണം കാണുകയുണ്ടായി. അത് പല പല വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ വസ്തുത നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. എത്രത്തോളം ശരിയാണ്, ശരിയല്ല. എന്നാലും ചിന്തിക്കാൻ ഇത് വളരെയധികം നമ്മളെ സഹായിക്കും. ഷാനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ബയസ്ഡ് ആണ്. കമ്മ്യൂണിസത്തോട് അവർക്ക് എല്ലാവിധത്തിലുള്ള താല്പര്യവുമുണ്ട്. അവര് ചാനൽ ചർച്ചയിൽ മോഡറേറ്റർ ആയാലുള്ള അവസ്ഥ എന്താണ്? അവനവന്റെ മകൻ പരീക്ഷ എഴുതുമ്പോൾ അവനവന്റെ മകന്റെ പരീക്ഷാ പേപ്പർ അമ്മയോ അച്ഛനോ നോക്കുന്നത് പോലെ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് മോഡറേറ്റർ ആവുക. അപ്പൊ കമ്മ്യൂണിസത്തോട് ആ പുരോഗമനവാദി എന്ന് കൊട്ടേഷനിൽ കൊടുക്കുന്ന ആ ചിന്താധാരയ്ക്ക് വേണ്ടിയല്ലേ അവർ വാദിക്കുള്ളൂ. വേണു അതുപോലെ തന്നെ ചാനലുകളിൽ മോഡറേറ്റർ ആവാം. അദ്ദേഹവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ മോഡറേറ്ററുടെ ലക്ഷ്യം എന്തായിരിക്കും? ചർച്ചയെ മൊത്തം കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുപോവാം. അതിലെ പാർവതി എന്ന് പറയുന്ന വ്യക്തി ചാനൽ ചർച്ചയിൽ സാമൂഹിക പ്രവർത്തകയുടെ റോൾ അഭിനയിക്കുന്നവരാ. സാമൂഹിക പ്രവർത്തക എന്ന് പറയുമ്പോൾ സമൂഹത്തില് നന്മ തിന്മകളെ ഇംപാർഷ്യലായിട്ട് വിലയിരുത്തേണ്ട വ്യക്തിക്ക് ഒരു പ്രത്യേക പാർട്ടിയോട് വലിയ ആഭിമുഖ്യം ഉണ്ടാവരുത്, അൺബയസ്ഡ് ആവണം. അതുപോലെ തന്നെ അരുന്ധതി ചാനൽ ചർച്ചയിലെ അഭിനേത്രിയാണ്. എന്താ അഭിനേത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അവരും കമ്മ്യൂണിസത്തിന്റെ വക്താവാണ്. അപ്പൊ പിന്നെ ചാനൽ ചർച്ചയിൽ ഇവര് നേതൃത്വം കൊടുത്താൽ എങ്ങോട്ടായിരിക്കും ചർച്ച പോവുക? കമ്മ്യൂണിസ്റ്റുകാരനായ സെബാസ്റ്റ്യൻ പോൾ ചാനൽ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ തരത്തിലുള്ള അപ്രോച്ച്, അൺബയസ്ഡ് അപ്രോച്ച്, നോൺ ലീനിയന്റ് അപ്രോച്ച്, തുല്യ ദൂരം വെച്ച് പുലർത്തുന്ന ആള്. പക്ഷെ ഇത് തനി കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചാനൽ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്നത്. സ്വതന്ത്രമായിട്ട് ബ്രാക്കറ്റിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഭാസുരേന്ദ്ര ബാബു ചാനൽ ചർച്ചയിൽ രാഷ്ട്ര നിരീക്ഷകനാണ്. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ ഫക്രുദ്ദീൻ അലി ചാനൽ ചർച്ചയിൽ സാമൂഹിക നിരീക്ഷകനാണ്. ഇതിലെ സത്യവും കൂടി നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ചാനൽ ചർച്ചകൾ പോകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ചാനൽ ചർച്ചകൾ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളതാവുന്നത് എന്നുള്ളതൊക്കെ അത് ചിന്തിക്കാൻ, വിലയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. AAP കാരനായ CR നീലകണ്ഠൻ ചാനൽ ചർച്ചയിലെ രാഷ്ട്രീയ നിരീക്ഷകൻ. ഇവിടെ നല്ല അൺബയസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തിയെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പാർട്ടിയിലേക്കല്ലേ അയാൾ ന്യായീകരിക്കുന്നതിന് ഇറങ്ങി പുറപ്പെടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനായ ലല്ലു രാഷ്ട്രീയം പറയുമ്പോൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹത്തിന് പുറമെ കൊടുത്തിരിക്കുന്നത് നിഷ്പക്ഷമെന്നും അകത്തും പ്രവൃത്തിയിലും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരിയായ ദീപ നിശാന്ത് രാഷ്ട്രീയം പറയുമ്പോൾ അവര് സുപ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകാരിയാണ്. എഴുത്തുകാരി എന്ന് വെച്ചാൽ ബുദ്ധിജീവിയാണ്, ഇന്റലക്ച്വലാണ്. പക്ഷെ അകത്തും പുറത്തും രക്തത്തിലൊക്കെ കമ്മ്യൂണിസം.
പക്ഷെ അവരെ എഴുത്തുകാരി എന്നുള്ള രീതിയിലാണ് ഉയർത്തിക്കാട്ടുന്നത്. അകത്ത് മുഴുവനും കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ടുള്ളതേ പറയുള്ളൂ എന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായ ആഷിഖ് അബു രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹം സംവിധായകനാണ്. സംവിധായകൻ രാഷ്ട്രീയം പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചോളണം ഇയാൾ അൺബയസ്ഡും സംവിധായകനും ഇയാൾക്ക് രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ലെന്ന് വിചാരിച്ചോളണം. പക്ഷെ രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇയാള് അയാളുടെ വഴിയിലൂടെ ചർച്ച കൊണ്ടുപോകുള്ളൂ എന്ന്. കമ്മ്യൂണിസ്റ്റുകാരനായ കമാലുദ്ദീൻ രാഷ്ട്രീയം പറയുമ്പോൾ സാംസ്കാരിക നായകനാണ്. അവർ രാഷ്ട്രീയം പറയുമ്പോൾ സാംസ്കാരിക നായകനാണ്. ഉള്ളിലും പുറത്തുമൊക്കെ കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയോട് ധാരാളം ആഭിമുഖ്യമുള്ള MT വാസുദേവൻ നായർ രാഷ്ട്രീയം പറയുമ്പോൾ സാംസ്കാരിക നായകനും ബുദ്ധിജീവിയുമാണ്. എനിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേക ബഹുമാനമുണ്ട് കേട്ടോ, മറക്കാത്ത അത്രയും ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു എന്ന് മാത്രം. ഇനിയും ഇനിയും എത്രയോ എത്രയോ ഇതുപോലെയുള്ള മുഖം മൂടികളുണ്ട്. ഇവരൊക്കെയാണ് നിഷ്പക്ഷ വിമർശകര്. ഇവരൊക്കെയാണ് ഇവിടെ RSSനെയും ഹിന്ദുക്കളെയും BJPയെയും ഒക്കെ വിലയിരുത്താനായിട്ട് നിഷ്പക്ഷ ബുദ്ധിജീവികളും നിഷ്പക്ഷ സാമൂഹിക നേതാക്കന്മാരും നിഷ്പക്ഷ നിരീക്ഷകരും നിഷ്പക്ഷമായ സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ ആവുന്നത് തനി രാഷ്ട്രീയത്തിന്റെ തണലിൽ നിലനിൽക്കുകയും വളരുകയും സ്ഥാനമാനങ്ങളും സമ്പത്തും ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. മുഴുവൻ മലയാളികളുടെയും വക്താവെന്ന് ചമഞ്ഞ് BJPയുടെ വളർച്ചയെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കുന്ന പാർവതിയുടെ ജനാധിപത്യ വിരുദ്ധ പരാമർശം കേട്ട് കോൾമയർ കൊണ്ട് ആഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസ്സുകാരെ എങ്ങനെയാ സംശയം? സാംസ്കാരിക നായകന്മാര്, ബുദ്ധിജീവികള്, അതുപോലെ തന്നെ നിരീക്ഷകര്, ഇവരൊക്കെ കമ്മ്യൂണിസം വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിനിധികളായിട്ടാണ് വാദിക്കാറുള്ളത്. പക്ഷെ RSSകാരോ BJPക്കാരോ ഹിന്ദുക്കളുടെ പ്രതിനിധികളായിട്ടും എന്തെങ്കിലും പറഞ്ഞാല് ഇവരെല്ലാവരും ഉറഞ്ഞു തുള്ളും. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലെ വെളിച്ചപ്പാടിന്റെ തുള്ളല് പോലെ ഉറഞ്ഞു തുള്ളും. എന്തിനറിയോ? ഇവിടുത്തെ BJPയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഒന്നും ഹിന്ദുക്കളെ ഒരുമിച്ച് പ്രതിനിധാനം ചെയ്യുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരായ ബുദ്ധിജീവികൾ എല്ലാ ബുദ്ധിജീവികളെയും പ്രതിനിധാനം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള വ്യക്തികളെ ആങ്കർ ചെയ്യുന്നു. അവരെല്ലാ സന്ദേശങ്ങളും കൊടുക്കുന്നവരാണ്. പുരോഗമനവാദികൾ എന്ന് പറയുന്ന സാഹിത്യകാരന്മാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ എഴുത്തുകാരുടെ പ്രതിനിധികളായിട്ട് വരുന്നു. പക്ഷെ ഒരിക്കലും RSSകാർക്കും BJPക്കാർക്കും BHPക്കാർക്കും ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ട് വരാനുള്ള അവകാശമില്ല. രണ്ട് കാലിലും മന്ദമുള്ള പാർട്ടീസ് തീവ്രവാദിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മകന്റെ കല്യാണം കഴിപ്പിച്ച അമ്മയെ കാണാനായിട്ട് സൗകര്യം കൊടുക്കുന്ന ചെലവ് കൊടുക്കാമെന്ന് പറഞ്ഞ പുരോഗമനവാദികളും രാഷ്ട്രീയ നേതാക്കന്മാരും തലശ്ശേരിയിൽ അദ്ദേഹത്തിന് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്വതന്ത്രമായിട്ട് പത്രസമ്മേളനം നടത്താനുള്ള അവകാശവും സൗകര്യവും കൊടുത്തിട്ടും അടുത്ത ഇലക്ഷൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വോട്ട് ബാങ്ക് കിട്ടാനായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ നല്ല മതേതര സെക്കുലർ വാദികളാണ്. അതേസമയത്ത് ഹിന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് ഇവിടേക്ക് വന്നാല് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആക്രോശം കാണുമ്പോൾ ഹന്ത ഭാഗ്യം ജനാനാം, എന്തൊരു കഷ്ടാണ് ജനങ്ങളുടെ എന്ന് തോന്നാറുണ്ട്. ഇത് വാട്സപ്പിലൂടെ കിട്ടിയത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ധന്യമായിട്ടുള്ള ഇത് അയച്ചു തന്നവർക്ക് പ്രണാമം, നമസ്കാരം.